യുവരാജിനെ കൊണ്ട് പറയിപ്പിക്കാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് BN ഹസ്കർ എല്ലാം ഒത്തുതീർപ്പായില്ലേ എന്ന് ഇന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടായിരുന്നു ഗവർണർ നിയമസഭയിലേക്ക് കടന്നു വന്നപ്പോൾ. അതിന്റെ അർത്ഥം നൌഷാദ് അലി പറഞ്ഞ കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസവും ഗവർണർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം രാജ്ഭവന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു. നാളത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് വേണ്ടിയും ഫണ്ട് നൽകിയിട്ടുണ്ടെന്നാണ് അറിവ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഗവർണർ നിങ്ങളെ ഇന്ന് അമ്പരപ്പിച്ച് കളഞ്ഞതായിട്ടാണ് തോന്നുന്നത്. കാരണം ഗവർണറിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഇത്തവണ ഒരു വരിയും തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഒപ്പിട്ട് നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണയാകട്ടെ ഈ കേന്ദ്രത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം വായിക്കാതെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ അതിന് പോലും അദ്ദേഹം നിന്നില്ല. ഈ അവസാന പാരഗ്രാഫ് വായിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരുന്നത് ഇത്തവണ ഒരു പ്രശ്നവും അദ്ദേഹം ഉണ്ടാക്കില്ല എന്നായിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങളാണല്ലോ നിയമസഭയിൽ ഇന്ന് കണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടും ഗവർണറെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്നാണോ? അങ്ങനെയല്ല മനുഷ്യ, ഒരു ഭരണഘടനാ സ്ഥാപനം തങ്ങളുടെ ക്രയവിക്രയങ്ങളിലെ മിതത്വം പാലിക്കുക എന്നുള്ളത് ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപൻ എന്ന നിലയിൽ അവർ തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ ഗവർണർ രാജ്ഭവന്റെ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് ഗവർണറുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അദ്ദേഹം അതിനുള്ള മിതത്വം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുബോധത്തിൽ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രശ്നം. പക്ഷേ രാജ്ഭവന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. അത് നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ബാധ്യതയും ദൗത്യവുമാണ് എന്ന് കരുതുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാനാവില്ല. ഗവർണർ നടത്തുന്ന ആർഭാടങ്ങളെ പലപ്പോഴും ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ധനവകുപ്പിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ചോദ്യം ചെയ്തിട്ടുമുണ്ട് പലപ്പോഴും. അത് തർക്കങ്ങൾക്ക് തുടക്കമായിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഗവർണറെ പ്രീതിപ്പെടുത്താനല്ല, ഗവർണറാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഗവർണർ മിതത്വത്തോടുകൂടി പെരുമാറേണ്ടതും ചിലവഴിക്കേണ്ടതും. അപ്പോ ഗവർണറെ അദ്ദേഹത്തിന് വരുതിയിലാക്കുന്നതിന് ചോക്ലേറ്റ് മുട്ടായി മേടിച്ചു കൊടുക്കുന്ന കൊച്ചു കുട്ടികളെ വരുതിയിലാക്കുന്നത് പോലെ പണം കൊടുത്ത് വരുതിയിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ കേന്ദ്രം ഇങ്ങനെ ഗവർണറായി കേരളത്തിലേക്ക് അയച്ചിട്ടുള്ളത്? കാര്യം അദ്ദേഹം അങ്ങനെ പെരുമാറുന്നു, കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നുണ്ട്, കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നാം നിരവധി ഗവർണർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാതെ വയ്യ. കേന്ദ്രം സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ സംസ്ഥാനം നൽകിയിട്ടുള്ള പണം പോലും കഴിഞ്ഞ ഏപ്രിൽ മുതൽ കുടിശ്ശികയാക്കിയിരിക്കുകയാണ് സംസ്ഥാന എന്നിട്ട് ആ ഭാഗം ഞാൻ വായിക്കാത്തതുകൊണ്ടെന്നാണ് നേരത്തെ BJPയുടെ പ്രതിനിധി പറയുന്നത്. ഒരു ലെവലേഷൻ സത്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ കടുകുമണിയോളം ഉള്ള നുണകൾ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിലൊരു ഗവർണർക്ക് ഭരണഘടനാ ബാധ്യത ഉള്ളത് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അത് മുഴുവൻ വായിച്ചില്ലെങ്കിലും അത് ഒരു ഖണ്ഡിക വായിച്ചതോടുകൂടി അത് നിയമസഭയുടെ ഭാഗമായി ആ ഒരു നിയമപരമായ കാര്യം അദ്ദേഹം നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം സാധുവാണ്. പക്ഷെ എന്ന് കണ്ട് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഈ സർക്കാർ എഴുതി കൊടുത്ത കാര്യങ്ങൾ തന്നെയാണല്ലോ. അതെല്ലാം ജനങ്ങൾ അതേപടി വിഴുങ്ങണമെന്ന് താങ്കൾ വാശി പിടിക്കരുത്. അങ്ങനെയല്ല. സംസ്ഥാന സർക്കാർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അംഗീകരിച്ച് നയപ്രഖ്യാപന പ്രസംഗം അത് പ്രസംഗിക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അതിൽ ഒരു വരി പറഞ്ഞാലും ഭരണഘടനയിലോ ഒരിടത്തും പറയുന്നില്ല അത് മുഴുവൻ വായിക്കണമെന്ന്. അഡ്രസ്സിംഗ് എന്നാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അപ്പോ സ്വാഭാവികമായി നിയമസഭയിൽ മുന്നിൽ വന്ന് അഡ്രസ് ചെയ്ത തുടങ്ങി അവസാനത്തെ ഒരു വാക്ക് വായിച്ചാൽ പോലും നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി എന്നു തന്നെ വേണം നമുക്ക് നിയമപരമായി അനുമാനിക്കാൻ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മറ്റു കാര്യങ്ങൾ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് ഗവർണറോട് കടുത്ത വിദ്വേഷമുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഗവർണർ രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്, ഗവർണർക്കെതിരെ ഹർത്താൽ നടത്തിയിട്ടുണ്ട്. അപ്പോ മലയോര മേഖലയിൽ അത്തരം ഒരു ഹർത്താൽ നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷ. അപ്പൊ ഗവർണറോട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളെ ഒരു തരത്തിലും നിയമപരമായ നിയമസഭയുടെ അധികാരം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നേ. ആ വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തെ പ്രീണിപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു കൊടുക്കല്ല. അതൊരു സംസ്ഥാനത്തിന്റെ ബാധ്യതയാണ്, ആ കടമയാണ് സംസ്ഥാനം നിർവഹിച്ചത്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള രാജ്ഭവന്റെ ചെലവുകൾ വഹിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ കടന്നു പോകുന്നത്. പക്ഷെ അല്ലല്ലോ നേരത്തെ ഇവിടെ യുവരാജ് വായിച്ച ഒരു ഖണ്ഡികയുണ്ട്. അതൊക്കെ ജനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോഴിക്കോട് ഒരു ഭിന്നശേഷിക്കാരൻ
ആത്മഹത്യ ചെയ്ത ഒരു സംഭവം കൂടി ഉണ്ട്. അതുകൂടി നിലനിൽക്കുന്ന സമയത്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ സർക്കാർ ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവരുടെ ക്ഷേമവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു. നിസ്സഹായരും അർഹരുമായ ഏതാണ്ട് 1/2 കോടിയോളം പേർ സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ വരുന്നു. ഇത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും വിതരണത്തിനായി നിലവിൽ പ്രതിമാസം ഏകദേശം 900 കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ ഗവർണർ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, കഴിഞ്ഞ 4 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. വസ്തുത തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 18 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷനായിരുന്നു കുടിശ്ശിക. ആ കുടിശ്ശിക അടക്കം തീർത്ത് അന്ന് 600 രൂപയായിരുന്നത് 1600 രൂപയായി വർദ്ധിച്ച് 32 ലക്ഷമായിരുന്നത് 64 ലക്ഷം വ്യക്തികളിലേക്കാണ് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തുന്നത്. 900 കോടി രൂപയുടെ ബാധ്യതയാണ്. പല കാര്യങ്ങളും ഈ നയപ്രഖ്യാപനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾ ആ സമയം തത്സമയം അറിയാതിരുന്നത് നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ശ്രീ ഹസ്കർ. കാരണം സർക്കാർ ഇപ്പോൾ സാമ്പത്തികമായി നട്ടം തിരിയുന്ന ഒരു സമയത്താണ് നേട്ടങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. നേട്ടങ്ങളായി തന്നെ പറയേണ്ടിയെടുത്ത് പറഞ്ഞേ മതിയാകും. എന്നിട്ട് കേന്ദ്രത്തെ കുറെ കുറ്റപ്പെടുത്തലുകളും ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ അതിനകത്ത് എന്താണ് ആകത്തുക, എന്താണ് ഈ നയപ്രഖ്യാപനത്തിൽ? നമുക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ തന്നെ എടുക്കാന്നേ. കേന്ദ്രം തരേണ്ട അർഹമായിട്ടുള്ള വിഹിതം കഴിഞ്ഞ ഏപ്രിൽ മുതൽ കുടിശ്ശികയാണെന്നേ. എന്നിട്ട് എന്തുകൊണ്ട് കേന്ദ്രത്തോട് നട്ടല് നിവർത്തി ചോദിക്കാൻ കഴിയുന്നില്ല? ജന്തർ മന്ദറിൽ വലിയ എന്തോ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ, ഒരു പൊതുസമ്മേളനത്തിൽ ഒതുക്കി. ആരുടെ പിന്തുണയാണ് കിട്ടിയത്? ഈ നവകേരള സദസ്സ് ഈ നവകേരള യാത്ര അത് തുടങ്ങുന്നതിന് മുൻപുള്ള LDF യോഗത്തിൽ തീരുമാനമെടുത്തതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന മനസ്കരായ മുഖ്യമന്ത്രിമാരുടെ പിന്തുണ കൂടി നേടുമെന്ന്. ഏത് പിന്തുണയാണ് കിട്ടിയത്? എല്ലാവരും കൂടി ഡൽഹി ചലോ നടത്തുമെന്ന് പറഞ്ഞു. എവിടെയാണ്? അല്ല, പ്രതിപക്ഷത്തെ കാര്യത്തിൽ പ്രതിപക്ഷത്തിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ടടിച്ചു. പ്രതിപക്ഷത്തിന്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ, കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയത്തിനെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്നതിന് തീരുമാനിച്ചു. പറയുന്ന കാര്യങ്ങളിൽ ന്യായമില്ലാതെ എങ്ങനെയാണ് പ്രതിപക്ഷം കൂട്ടുനിൽക്കുക? അഡ്വക്കേറ്റ് BN ഹസ്കർ, സമീപകാലത്ത് നടന്ന പൂർത്തുകൾ പ്രതിപക്ഷത്തിനും അറിയാവുന്നതാണ്. അവർ സർക്കാരിനൊപ്പം അണിനിരന്നു കഴിഞ്ഞാൽ ജനം അവരോട് ചോദിക്കും, പ്രതിപക്ഷത്തോട് ചോദിക്കും, നിങ്ങൾ എന്തായി കാണിക്കണേന്ന്. അങ്ങനല്ല, മുസ്ലിം ലീഗ് നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം അവഗണന നിർത്തിവെക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ മുന്നിലുള്ളതല്ലേ? അപ്പൊ പ്രതിപക്ഷത്തിനുള്ളിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ആ ഭിന്ന അഭിപ്രായങ്ങൾ വർദ്ധിച്ചു വരുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക വ്യതിയാനം, കേന്ദ്രം നടത്തുന്ന അവഗണനയ്ക്കെതിരെ നടക്കുന്ന മാനസിക വ്യതിയാനം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷത്തിൽ ചിലർക്കെങ്കിലും. പക്ഷേ അവർ കേരളത്തിന്റെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ഇടപെടുന്നതിനും ഭരണപക്ഷത്തോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിനുമുള്ള ത്രാണിയില്ലാത്ത ഒരു സംസ്ഥാനത്തിനും പ്രതിഷേധമില്ല. അല്ല, സംസ്ഥാന സർക്കാർ വിചാരിച്ചത് മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി ഇക്കാര്യത്തിൽ കിട്ടുമെന്ന്. ഒരു സംസ്ഥാനത്തിനും ഇത്തരം ഒരു പരാതിയില്ല. ഇപ്പോൾ ആകെ ഒറ്റയ്ക്ക് ഡൽഹി ചലോയ്ക്ക് പോകേണ്ടി വരുമെന്ന ഗതികേടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ പൊതുസമ്മേളനമാക്കി ചുരുക്കിയിരിക്കുന്നത്. ശ്രീ